ഹായ് കൂട്ടുകാരെ, എജു ഹെൽപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 3ാം ക്ലാസ്സിലെ മലയാളത്തിൽ നിറമുള്ള നന്മകൾ എന്ന പാഠത്തിലെ മഞ്ഞപ്പാവാട എന്ന കഥയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് ടീച്ചർ ഓൺലൈൻ ക്ലാസ്സിലൂടെ നമ്മളോട് പറഞ്ഞത്. കൂട്ടുകാരതെല്ലാം കേട്ടല്ലോ. തൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങിത്തരാത്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ സ്വഭാവമാറ്റം അല്ലെങ്കിൽ ഭാവമാറ്റം എന്താണെന്നാണ് ഇന്ന് ക്ലാസ്സിൽ നമ്മൾ കണ്ടത് അല്ലേ. തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞനുജന് വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാകുന്ന ഒരു പെൺകുട്ടിയെയാണ് നമ്മൾ കാണുന്നത്. താൻ ആഗ്രഹിച്ചു കൊതിച്ച ആ മഞ്ഞ പാവാടയേക്കാൾ എത്രയോ മൂല്യമുള്ളതാണ്, എത്രയോ വിലപിടിപ്പുള്ളതാണ് തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞനുജനെന്ന് ആ കുട്ടി മനസ്സിൽ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ സ്വപ്നങ്ങളൊക്കെ മാറ്റിവെക്കാൻ ആ കുട്ടി തയ്യാറാകുന്നത് അല്ലേ. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ എനിക്ക് മഞ്ഞപ്പാവാട വാങ്ങിത്തരും എന്നൊരു വിശ്വാസവും അച്ഛനിലും അമ്മയിലുമുള്ള ഒരു വിശ്വാസവും ആ കുട്ടി ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. കൂട്ടുകാരും ഇതുപോലെയൊക്കെ ആയിരിക്കും അല്ലേ. നമുക്ക് പ്രിയപ്പെട്ടത് ചിലപ്പോൾ അതിലും വലിയ പ്രിയപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലപ്പോൾ മാറ്റിവെക്കാൻ തയ്യാറാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ കഥയാണ് നമ്മൾ ഈ മഞ്ഞപ്പാവാട എന്ന പാഠത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് 1-2 വർക്കുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇന്നത്തെ 1ാമത്തെ പ്രവർത്തനം സങ്കല്പിച്ച് എഴുതുക എന്നുള്ളതാണ്. അതായത് ഈ മഞ്ഞപ്പാവാട ആഗ്രഹിച്ച ഈ പിറന്നാൾ കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളായിരുന്നുവെങ്കിൽ പിറന്നാളിന് എന്തെല്ലാമായിരിക്കും നിങ്ങൾ ക്ലാസ്സിൽ ഒരുക്കുക? കൂട്ടുകാരുടെ ക്ലാസ്സിൽ ഇതേപോലെ പിറന്നാൾ ആഘോഷിക്കാറുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാർക്ക് പിറന്നാൾ ആശംസകൾ പറയാറുണ്ടോ? സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടോ? ക്ലാസ് മുറികൾ അലങ്കരിക്കാറുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കൂട്ടുകാരന് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിക്ക് നിങ്ങൾ ക്ലാസ്സിൽ പിറന്നാൾ ആഘോഷങ്ങൾ നടത്താറ്? അതാണ് നമുക്കിവിടെ എഴുതേണ്ടത്. അത് നിങ്ങളൊന്ന് സങ്കല്പിച്ചൊന്ന് എഴുതി നോക്കുക. ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പിറന്നാൾ മരം നടാം എന്നാണ്. എന്താണ് ഈ പിറന്നാൾ മരം എന്ന് പറഞ്ഞാൽ? പിറന്നാളുള്ള കുട്ടി സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു കൊച്ചു മരത്തിൻ്റെ തൈ നട്ട് അവളുടെ പേരിലുള്ള ആ പിറന്നാൾ ആഘോഷം നടത്തുന്നത്. അങ്ങനെ പിറന്നാൾ മരം നടാം എന്നുള്ള ആശയം നമുക്ക് നടപ്പിലാക്കാം. അല്ലാതെ ഒരു മരത്തിൻ്റെ കമ്പ് മുറിച്ച് ഒരു ചട്ടിയിലാക്കിയിട്ട് അതിൽ അലങ്കരിച്ചിട്ട് നമ്മൾ ആ പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ കാർഡുകളൊക്കെ എഴുതി അതിൽ തൂക്കിയിട്ട് ക്ലാസ്സിനുള്ളിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പിറന്നാൾ മരം നമുക്ക് നടാം. അങ്ങനെയും ആഘോഷിക്കുന്നവരുണ്ട്. ഇതാണ് പിറന്നാൾ മരം നടാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാം നോക്കിക്കേ. പിറന്നാൾ മരം നടാം, പിറന്നാൾ ആശംസകൾ പറയാം ഇല്ലേ. കൂട്ടുകാരിക്ക് നമുക്ക് പിറന്നാൾ ആശംസകൾ പറയാം, ജന്മദിന ആശംസകൾ പറയാം, ഹാപ്പി ബർത്ത്ഡേ നമുക്ക് വിഷ് ചെയ്യാം. പിറന്നാൾ ഗാനം ആലപിക്കാം ഇല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, അങ്ങനെ ഒരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പിറന്നാൾ ഗാനം ആലപിക്കാം. ബലൂൺ, വർണ്ണക്കടലാസ് എന്നിവ ഉപയോഗിച്ച് ക്ലാസ് നമുക്ക് അലങ്കരിക്കാം ഇല്ലേ. പിറന്നാൾ ആഘോഷിക്കുന്ന കുട്ടിയോടുള്ള ബഹുമാനം അല്ലെങ്കിൽ സ്നേഹത്തോടെ നമുക്ക് ക്ലാസ് റൂം ബലൂണ് വർണ്ണക്കടലാസുകളൊക്കെ ഉപയോഗിച്ച് അലങ്കരിക്കാം. വേറെ എന്ത് ചെയ്യാം? പിറന്നാൾ തൊപ്പി നൽകാം. ഇന്ന് ക്ലാസ്സിലെ ടീച്ചർ സാറ് പിറന്നാൾ തൊപ്പി ഉണ്ടാക്കിയത് കൂട്ടുകാർ കണ്ടല്ലോ. ഇതുപോലെ മനോഹരമായ ഒരു പിറന്നാൾ തൊപ്പി ഉണ്ടാക്കിയിട്ട് ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജന്മദിനം ആഘോഷിക്കുന്ന കുട്ടിയുടെ തലയിൽ നമുക്ക് വെച്ച് കൊടുക്കാം അല്ലേ. ജന്മദിന ആശംസാ കാർഡുകൾ കൊടുക്കാം. ഒരു കടലാസിൽ നമ്മുടെ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആശംസാ കാർഡുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതുപോലെ ഒരു ആശംസാ കാർഡ് ഉണ്ടാക്കി ഈ പിറന്നാൾ കുട്ടിക്ക് കൊടുക്കാം. അതുപോലെ പിറന്നാൾ സമ്മാനങ്ങൾ നൽകാം അല്ലേ. വലിയ പിടിപ്പുള്ള സാധനങ്ങൾ വേണമെന്നൊന്നുമില്ല. കൊച്ചു കൊച്ചു പിറന്നാൾ സമ്മാനങ്ങൾ കൊടുക്കാം. ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം എന്ന് പറയുന്നത് സ്നേഹമാണ് അല്ലേ. നമ്മുടെ കൂട്ടുകാരുടെ സ്നേഹമാണ്. മറ്റൊന്ന് കേക്ക് വാങ്ങി ക്ലാസ്സിൽ മുറിക്കാം അല്ലേ. എല്ലാവർക്കും കൂടെ കുറേശ്ശെ പൈസ എടുത്തിട്ട് ഒരു കേക്ക് വാങ്ങി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ പിറന്നാൾ കുട്ടീനെ കൊണ്ട് നമുക്ക് കേക്ക് മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്ത് നമുക്ക് ആ പിറന്നാൾ ആഘോഷിക്കാം. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലുള്ള ഈ കുട്ടിയുടെ പിറന്നാൾ നമുക്ക് ആഘോഷിക്കാൻ സാധിക്കും ഇല്ലേ. ഓക്കെ.
അടുത്ത പ്രവർത്തനം കവിത പൂർത്തിയാക്കൂ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പാഠഭാഗത്തെ ആ സ്വപ്നം കാണുന്ന ആ കുട്ടിക്ക് ഒരു അനുജനുണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. ആ അനുജന് വേണ്ടിയാണ് മഞ്ഞപ്പാവാട വേണ്ടാന്ന് വയ്ക്കുന്നത്. അപ്പോൾ ആ അനുജനെക്കുറിച്ചുള്ള ഒരു കവിതയാണ് നമുക്കിവിടെ ഉള്ളത്. എന്താണ് കവിത? എനിക്കുമുണ്ടൊരു കൊച്ചനുജൻ, പല്ലില്ലാത്തൊരു കൊച്ചനുജൻ അല്ലേ. എനിക്കുമുണ്ടൊരു കൊച്ചനുജൻ, പല്ലില്ലാത്തൊരു കൊച്ചനുജൻ. ഇനി അതിൻ്റെ ബാക്കി നമുക്ക് കൂട്ടി എഴുതാൻ പറ്റുമോ? എങ്ങനെ എഴുതാം? കൂട്ടുകാരൊന്ന് എഴുതി നോക്കിക്കേ. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. മോണ കാട്ടിച്ചിരിക്കുമനുജൻ, പൊന്നോമന കുഞ്ഞനുജൻ, മുട്ടിലിഴയും കുഞ്ഞനുജൻ, ചക്കര മുത്തം തരുമനുജൻ, വാത്സല്യത്തിൻ നിറകുടമായൻ, കുസൃതിക്കുട്ടൻ കുഞ്ഞനിയൻ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോണ കാട്ടി ചിരിക്കും അനുജൻ അല്ലേ. ചെറിയ കുട്ടികൾക്ക് പല്ലുണ്ടോ? ഇല്ല അല്ലേ. ആ പല്ലില്ലാത്ത മോണ കാട്ടി കുഞ്ഞു കുട്ടികൾ ചിരിക്കുന്നത് കാണാൻ എന്ത് രസമാണ് അല്ലേ. അപ്പം മോണ കാട്ടി ചിരിക്കും അനുജൻ, പൊന്നോമന കുഞ്ഞനുജൻ. അനുജന്മാർക്ക് നമ്മൾ വളരെ സ്നേഹമുള്ളവരാണ് അല്ലേ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? മുട്ടിലിഴയും കുഞ്ഞനുജൻ, ചക്കര മുത്തം തരുമനുജൻ അല്ലേ. കൊച്ചുകുട്ടികളൊക്കെ മുട്ടിലിങ്ങനെ നിലത്തോടെ വലിഞ്ഞ് ഇഴഞ്ഞു പോകുന്നത് കാണാം. ചക്കര മുത്തം തരും അല്ലേ, ഉമ്മ തരും. വാത്സല്യത്തിൻ നിറകുടമായൻ, കുസൃതിക്കുട്ടൻ കുഞ്ഞനിയൻ. കൊച്ചുകുട്ടികൾ എപ്പോഴും കുസൃതി കാണിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ സ്നേഹത്തിൻ്റെ നിറകുടമായ എൻ്റെ അനുജൻ എങ്ങനെയാണ്? ഒരു കൊച്ചു കുസൃതിക്കുട്ടനായ അനിയനാണ്. ഇതായിരിക്കും നമ്മുടെ പിറന്നാൾ ആശംസകൾ അർഹിക്കുന്ന, അല്ലെങ്കിൽ മഞ്ഞപ്പാവാടയ്ക്ക് വേണ്ടി വഴക്ക് കൂടിയ ആ കുട്ടി, അവന് പിറക്കാൻ പോകുന്ന കുഞ്ഞനുജനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കവിത. അപ്പോൾ കൂട്ടുകാരും ഇതേപോലെ സ്വന്തമായിട്ടൊരു കവിത എഴുതാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.